ഈ പാടുകളൊക്കെ മുമ്പും കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ട്രംപിൻ്റെ കൈയുടെ മേലെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ക്ലോട്ടായിട്ടിരിക്കുന്ന പാടുകളും, അതുപോലെ ട്രംപിൻ്റെ കാലിൻ്റെ നീര് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് എന്തോ ഒരു മാരക അസുഖത്തിന് പിടിപെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ബുദ്ധി അല്ലെങ്കിൽ ഒക്കെ പോയിട്ടിട്ട് ചെന്നി മൂത്തിട്ട് 80 വയസ്സാവാൻ പോയി, അടുത്ത മാസം 80 വയസ്സാവാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഇയാൾക്ക് ബോധവും വിവരവും ഇല്ല എന്നുള്ള ഒരുപാട് വാർത്തകളും കുറേ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. അതായത് പ്രസിഡന്റുമാർ അവർ ഇയർലി അവരുടെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. ആ ഹെൽത്ത് ചെക്കപ്പിൻ്റെ റിപ്പോർട്ടുകൾ ജനത്തിന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്കും മാധ്യമങ്ങൾക്കും റിലീസ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ അമേരിക്കയിലുണ്ട്. അത് കൊണ്ടുവന്നത് തന്നെ ട്രംപിൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ ട്രംപ് തന്നെ കൊണ്ടുവന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഹെൽത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത്. അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ്, കഴിഞ്ഞൊരു 72 hours മുമ്പ് വരെ ട്രംപ്, അതായത് ഈ ഇയറിലെ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞിട്ട് 72 hours വരെയെങ്കിലും ട്രംപിനെ ഒരു പൊതുവേദികളും കണ്ടിട്ടില്ല. അത് അമേരിക്കയിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ അമേരിക്കൻ പത്രങ്ങളൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മളിവിടെ കാണുന്നത് എന്താണ്? ട്രംപ് ഇറാനെ പറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ ട്രംപ് മോദിജിക്ക് എന്ത് പണി കൊടുക്കുന്നു, അല്ലെങ്കിൽ ട്രംപ് മറ്റ് രാജ്യങ്ങൾക്ക് എന്ത് പണി കൊടുക്കുന്നു എന്നുള്ള മാത്രമേ അറിയുള്ളൂ. പക്ഷേ ട്രംപിനെ പറ്റി അമേരിക്കയിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊന്നും ഒരുപാടൊന്നും അത് പുറത്ത് പറയാറുള്ള റിലീസ് ചെയ്യാറുമില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പറ്റി, അമേരിക്കക്കാരുടെ ഉള്ളിലെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അവിടെ നടക്കുന്ന ഒരു ഡിസ്കഷൻ എന്നുള്ളതാണ്. അപ്പം ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കുക. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അതായത് ഈ ആനുവലി ഉള്ള ഹെൽത്ത് ചെക്കപ്പിൽ ട്രംപ് വാൾട്ടർ റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ ഒരു എന്താ പറയുക ടെസ്റ്റ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ആനുവൽ ചെക്കപ്പ് നടന്നിട്ടുള്ളത്. ആ ഒരു ചെക്കപ്പ് നടന്നതിന് ശേഷമാണ്, ഇതൊരു നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെൻ്ററാണ് ഇട്ടത്. അപ്പോൾ അതിനുശേഷം 72 hours ട്രംപിനെ ഒരു പൊതുവേദികളും കണ്ടിട്ടില്ല. ഇപ്പോൾ ഇന്നലെ പുലർച്ചെ വന്നിട്ട് ഒരു പത്രസമ്മേളനം കൊടുത്തിട്ടുണ്ട്. അത് മുമ്പ് 72 hours ട്രംപിനെ പൊതുവേദികൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഒരുപാട് ട്രംപിൻ്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ എന്താണ്, ഇതിൻ്റെ റിപ്പോർട്ടുകൾ എന്താണ്? അപ്പം ഇത് കഴിഞ്ഞ് വിത്തിൻ 24 to 48 hours ഈ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ വരണം. അപ്പോൾ ഇത് വന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യാത്തത് എന്നൊക്കെ അവിടുത്തെ പത്രക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരീര പരിശോധനയ്ക്ക് ശേഷം കഴിഞ്ഞ 72 hours ഡൊണാൾഡ് ട്രംപ് പൊതുപരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അതുമാത്രമല്ല, ട്രംപ് നേരിട്ട് പത്രസമ്മേളനത്തിന് നടത്തുന്നതിന് പകരം ട്രംപിൻ്റെ ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെൻസന്റിനെ വെച്ചിട്ടാണ് കുറേയൊക്കെ പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, പുള്ളിയാണ്, അതായത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിയാണ് പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. നോർമലി ട്രംപാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ട്രംപ് മാറിയത്? ഈ 72 hours എന്തായിരുന്നു ട്രംപിൻ്റെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചിട്ടായിരുന്നു പത്രങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ഒരു റിപ്പോർട്ട് വരാത്തത് കൊണ്ട് തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ, ഇപ്പം നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ ഒക്കെ ചെയ്യുന്ന പോലെ അമേരിക്കയിലെ ട്രംപ് സപ്പോർട്ടിങ് മാധ്യമങ്ങളൊക്കെ ചെയ്തതാണ് ട്രംപിൻ്റെ 2025 റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ട് ട്രംപിൻ്റെ ആരോഗ്യ നിലക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ മെൻ്റലി ഫിസിക്കലി എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അവിടുത്തെ നമ്മളിപ്പം സംസാരിക്കുന്ന പോലെ മറ്റ് കുറേ ആളുകൾ അതിനെതിരെ സംസാരിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു പത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അത് പുതിയ റിപ്പോർട്ട് ലഭ്യമല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നത്. പഴയ കഴിഞ്ഞ വർഷത്തിൻ്റെ ആരോഗ്യത്തിനേക്കാളും ട്രംപിൻ്റെ ആരോഗ്യനില വളരെ മോശമായിട്ടുണ്ട് എന്നാണ് ഈ ആളുകൾ പറയുന്നത്. അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ട്രംപിനെതിരെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ പാർട്ടിക്കെതിരെ തന്നെ, ട്രംപിനെ വരെ അവിടുന്ന് മാറ്റുന്ന രീതിയിലോട്ടുള്ള ചിന്തയിലോട്ട് ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പുറത്തിറങ്ങും. നമ്മൾ ഇന്ത്യയിലെ പോലെ ഒന്നുമല്ല. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ റോട്ടിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക. നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ഈ ഇറാൻ യുദ്ധത്തിൽ വരെ അമേരിക്കയിൽ വലിയ രീതിയിൽ ആളുകൾ റോട്ടിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതവിടെ നടക്കും എന്നുള്ള പേടി നല്ല രീതിയിൽ ട്രംപിൻ്റെ പാർട്ടിക്കുമുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം തൻ്റെ ആരോഗ്യനില തികച്ചും പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിട്ട്, ചെക്ക് ഔട്ട് പെർഫെക്റ്റ്ലി എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് മാത്രമാണ് ട്രംപ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പലപ്പോഴും തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത് ഭരണകൂടം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനിപ്പുലേറ്റഡ് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ ആരോഗ്യനിലയെ പറ്റി പറയുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസവും വേണം, അതേപോലെ തന്നെ ജനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ട്രംപിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അമേരിക്കയുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നേതാക്കൾ, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ആൾക്കാരൊന്നും ഇത്തരത്തിലുള്ള ചെയ്യുന്നുണ്ടോ, അതിൻ്റെ റിപ്പോർട്ട് എന്താണോ നമ്മൾ അറിഞ്ഞോളൊന്നുമില്ല, നമ്മൾ അറിയാറുമില്ല. നമ്മളിപ്പോൾ ഈവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോലും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വരില്ല. പക്ഷേ ട്രംപ് ഭരണകൂടം തന്നെയാണ് ഇവിടെ അങ്ങനത്തെ ഒരു സ്ഥിതിയിലോട്ട് അമേരിക്കയിലെ ഒരു സ്ഥിതികൾ എത്തിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള
നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റുമാരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ന്യായവും പ്രധാനപ്പെട്ടതുമാണെന്ന് മുൻ ട്രംപ് ഭരണകൂടം, അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രംപ് ഭരണകൂടം തന്നെയാണ് അത് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നതും. ആ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ എല്ലാ വർഷത്തിലും അവിടുത്തെ പ്രസിഡന്റുമാരുടെ ആരോഗ്യസ്ഥിതികൾ പുറത്തോട്ട് വിടാറുള്ളത്. അപ്പോൾ ഇതെല്ലാം പാലിക്കാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് അമേരിക്കൻ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നത്? അതായത് ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതി അത് മെൻ്റലി ഫിസിക്കലി എല്ലാം വളരെ മോശമാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫോട്ടോസും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഫോട്ടോസ്, അതായത് പുള്ളി എടുക്കുന്ന ഹൈ എൻഡ് മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, അത് പല രീതിയിൽ ആളുടെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല സമയത്തും ആൾ എന്താ പറയുക ഉറങ്ങിപ്പോകുന്നത് അല്ലേ. പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ പ്രസ് കോൺഫറൻസിന് പോലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഉറങ്ങുന്നതും പിന്നെ കൂടെയുള്ള മറ്റാളുകൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഒരു ഭയങ്കര വളരെ ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അമേരിക്കയിൽ. അപ്പം ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ പുള്ളി എടുക്കുന്ന ഓരോ ഡിസിഷൻസും, ഇപ്പോൾ ഈ ഇറാൻ യുദ്ധത്തിൽ എടുക്കുന്ന ഡിസിഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ അമേരിക്കക്കാർക്ക് തന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രംപ് സ്വയം താല്പര്യങ്ങൾക്കും അല്ലെങ്കിൽ തനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തോട്ട് വിടാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഇപ്പോൾ എന്താ പറയുക, ടെക്സാസിൽ വരാൻ പോകുന്ന ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ടെക്സാസിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിക്ക്, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൽ അവിടെ കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെൻ പാക്സെറ്റിനേക്കാളും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജെയിംസ് ടെല്ലറിക്കോക്കാണ് അപ്രതീക്ഷിത മുന്നേറ്റം അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ടെക്സാസിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 47% എന്താ പറയുക വോട്ടും വരുന്നത് ഈ ഡെമോക്രാറ്റ്സിനായിരിക്കും. ബാക്കി വരുന്ന 43% മാത്രമേ റിപ്പബ്ലിക്കൻസിന് വരുള്ളൂ എന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ. അതുകൊണ്ട് തന്നെ ഇതേ സമയത്ത് തന്നെ ട്രംപും കൂടെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ആരോഗ്യസ്ഥിതിയും കൂടെ മോശമാണ്, അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന ഡിസിഷൻസ് തൻ്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന തെറ്റായിട്ടുള്ള ഡിസിഷൻസ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവിടെ വോട്ടർമാരുടെ ചിന്തകൾ മാറിപ്പോവും. അല്ലെങ്കിൽ വോട്ടർമാർ കംപ്ലീറ്റ്ലി ഈ ഒരു എന്താ പറയുക സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെതിരാവും, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ ഇല്ലാണ്ടാവും എന്നുള്ള പേടി അവിടെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, അവിടുത്തെ ലോക്കലിലുള്ള ആളുകൾ, ടെക്സാസിലെ ലോക്കലിലുള്ള ആളുകൾ പറയുന്നത് അവിടുത്തെ പുതിയ ഡാറ്റാ സെൻറ്റേഴ്സ് വരുന്നത്, ഈ ഡാറ്റാ സെൻറ്റേഴ്സ് വരുന്ന സമയത്ത് അതിനെതിരെ ഭയങ്കരമായി വൻ തോതിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ഒരു കാര്യം, ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് അവിടുത്തെ പരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ജനങ്ങൾ എതിർക്കും. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ പ്രശ്നം പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും വോട്ടർമാരെ അകറ്റുന്ന ഒരു പ്രധാന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ഡാറ്റാ സെൻറ്റർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, കാലങ്ങളായിട്ട് കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ ഇതിനെതിരെ, അവിടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള വെള്ളം, ഒരുപാട് ഡാറ്റാ സെൻറ്റർ എന്താ പറയുക റൺ ചെയ്ത് പോകണമെങ്കിൽ ദശലക്ഷക്കണക്കിന് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് അവിടെ രാഷ്ട്രീയപരമായിട്ട് ട്രംപിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ ടെക്സാസിൽ നിൽക്കുന്നത്. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഇപ്പം അമേരിക്കക്കാർ അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അമേരിക്കൻ്റെ അകത്ത് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറിയൊരു പ്രശ്നമാണ്. അതല്ലാണ്ട് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയും യുദ്ധത്തിന് വേണ്ടിയിട്ട് ട്രംപ് ചിലവാക്കുന്ന എന്താ പറയുക കോടികളുടെ കണക്കുകളൊക്കെ ആളുകൾ അവിടെ മോണിറ്റർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്തെങ്കിൽ യുദ്ധത്തിനെതിരെയായിട്ടാണ് ഏകദേശം 65 to 70% ആളുകൾ അമേരിക്കയിലുള്ളത്. പിന്നെ അവിടെ ഒരു 10-15% ഇസ്രായേലികളുണ്ട്. അവർ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തിട്ടും, അതല്ലാത്ത കുറച്ച് ആൾക്കാരും, അല്ലെങ്കിൽ തീവ്ര വലത് ചിന്താഗതിയുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്തിപ്പോൾ അമേരിക്കയിലുള്ളത്. അപ്പോൾ ട്രംപിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് വളരെ മോശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമല്ല. ട്രംപ് ഇന്ന് രാവിലെ ഒന്ന് പറയും, ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും, നാളെ രാവിലെ വേറെ ഒന്ന് പറയും. അതൊക്കെ ട്രംപിൻ്റെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അതല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാണ് അമേരിക്കൻ പത്രങ്ങളും അല്ലെങ്കിൽ അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തോട്ട് വരുന്നത്. അപ്പം ഇതൊരു നമ്മളെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ ലോകത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, അതായത് ലോകത്തിലെ ഓരോ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വരെ മാറ്റിമറിക്കുന്നത് ട്രംപിൻ്റെ പല തീരുമാനങ്ങളും ആണെന്നുള്ളത് നമുക്കറിയാം. യുദ്ധത്തിൻ്റെ കാര്യമാണെങ്കിലും തരീഫിൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് എന്താ പറയുക, ഈ ഡോളറിൻ്റെ വാല്യൂ അടക്കം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ട്രംപിൻ്റെ പല ഡിസിഷൻസുമാണ് ഇതെല്ലാം. ഇതൊക്കെ കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഡിസിഷനിലോട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ല. നമ്മൾ എന്ത് ട്രംപ് പറയുന്നു അതിനനുസരിച്ച് നമ്മളിവിടുത്തെ മാറ്റങ്ങൾ വരുന്നു. പക്ഷേ ട്രംപ് എന്തുകൊണ്ട് ഇത് പറയുന്നു, എന്താണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇയാൾക്ക് വട്ടനാണെന്ന് പറയുന്നതിനെ പറ്റി നമ്മളെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് ഉള്ളതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ടെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഇത് കാണട്ടെ എന്നുള്ള രീതിയിൽ ഒരു വാർത്ത ഇപ്പം ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ അപ്ഡേറ്റുകളും കൂടുതൽ വാർത്തകളും വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.